ഒരിക്കൽ സൂത്രനും ഷെരുവും കാട്ടിലൂടെ നടക്കുമ്പോൾ, അഹന്തുപ്പുലിയല്ലേ അത്? എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് ഗുഹയിലേക്ക് പോകാൻ വയ്യ. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഗുഹയ്ക്ക് ജീവൻ വെച്ചെന്ന്. അയ്യോ, വെച്ചോ? ഗുഹ കരയുന്നു. അത് കേട്ട് ഞാൻ ഉണർന്നപ്പോഴും ഗുഹ കരയുകയാണെന്ന് തോന്നുകയാ. പേടിച്ചിട്ടാ. ഈ വക തോന്നലുകളൊക്കെ ഉപദേശിച്ച് ശരിയാക്കാം. അഹന്തു ഗുഹയ്ക്ക് ജീവനില്ലെന്ന് നമുക്ക് അറിയാം. പക്ഷേ ജീവനുണ്ടെങ്കിൽ ഗുഹ ഓടില്ലേ? ഈ ഗുഹ ഓടുന്നുണ്ടോ നോക്ക്. അതില്ല. പക്ഷേ പിന്നെയും എന്തിനാ ഒരു പക്ഷേ? അഹന്തു കേൾക്കുന്ന കരച്ചിൽ ഞങ്ങൾ ആരും കേൾക്കുന്നില്ല. എന്താ അതിനർത്ഥം? എന്താ അർത്ഥം? നമ്മുടെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അതല്ല, വാസ്തവത്തിൽ ഗുഹ കരയുന്നില്ലെന്ന്. ശരിയാ, പക്ഷേ ദേ പിന്നെയും പക്ഷേ. ഇത് ശരിയാവുന്ന മട്ടില്ല. ശരു, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? ഗുഹയ്ക്ക് ജീവനുണ്ട് എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കുക. അതോടെ പുള്ളിക്ക് സമാധാനമാവുമെങ്കിൽ. താനെങ്ങോട്ടാ? എങ്കിലൊരു സൂത്രമുണ്ട്. തൻ്റെ ഗുഹയ്ക്ക് ജീവനുണ്ടെന്ന് സമ്മതിച്ചു. ഷെരു ഒരു കല്ലെടുത്ത് ഉരുട്ടി ഗുഹയിലേക്കിട്ടു. ഠോ! പക്ഷേ കല്ല് വീണപ്പോൾ ഗുഹ ചത്തു. അത് സമ്മതിച്ചോ? അയ്യോ അമ്മേ, എൻ്റെ ഗുഹ!